4 മാസത്തോളമായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും ഇതിനെല്ലാം പറ്റും. പിന്നെ നമുക്ക് എപ്പോഴും ക്ലൈമറ്റിൻ്റേതായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ എന്നാലും അടിപൊളിയായിട്ട് നല്ല വിഷ്വലൊക്കെ നൈറ്റ് ടൈമിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. നമ്മുടെ 2 LED ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നൈറ്റിൽ നമുക്ക് എവിടെ പോയാലും ഡ്രോൺ അത്യാവശ്യം കാണാൻ പറ്റും, എവിടെയാണ് ഡ്രോൺ ഉള്ളതെന്നുള്ളത്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇത് മിനി 3 ആണ്, 3 Pro അല്ല. പലർക്കും ഇത് ശരിക്കും സെൻസറാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഇത് സെൻസറല്ല, ഇത് ജസ്റ്റ് എയർ ഫ്ലോ ചെയ്യാനുള്ള ഒരു സംഭവം മാത്രമാണ്. ഉണ്ടാവും ഇതിലേ കയറി ഇതിൽ എയർ ഫ്ലോ ചെയ്ത് പോവുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ എനിക്കിഷ്ടപ്പെടായ ഒരു കാര്യം മാത്രം, ഈ മോട്ടറിൻ്റെ അവിടെ നമുക്ക് ജസ്റ്റ് ഒരു കവറില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ അത് പൊടിയൊന്നും വന്നിട്ടില്ലാത്തതാണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ പൊടിയും കാര്യങ്ങളും മണ്ണൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് ഇത് സ്റ്റക്കാവോ ഒന്നും നമുക്കറിയത്തില്ല കേട്ടോ. ഇതിന് കവർ വാങ്ങിക്കാൻ കിട്ടും, അത് എത്രത്തോളം ഇത് സ്റ്റക്കായിരിക്കും നമുക്കറിയത്തില്ല. ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഇതിന് നമ്മളൊരു കവർ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടുന്ന കേട്ടോ. അല്ല, അത്യാവശ്യം ഈ ഒരു ഡ്രോൺ മാത്രം ഇതിൻ്റെ അകത്ത് സൂക്ഷിക്കാൻ പറ്റും. മറ്റേ റിമോട്ട് നമ്മൾ വേറെ ബാഗിലിടേണ്ടി വരും. പക്ഷെ അത്യാവശ്യം ഡ്രോൺ എപ്പോഴും സേഫായിട്ടിരുന്നോളും കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി നമുക്ക് ഊരിയെടുക്കാം. പിന്നെ ഇതിന് 249 ഗ്രാമാണ് ഈ ഒരു ഡ്രോണിന് ഫുള്ള് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കോംബോ വരുന്ന 2 ബാറ്ററി വരുന്നത്, അത് എക്സ്ട്രാ വെയിറ്റ് എനിക്കൊന്ന് എക്സ്ട്രാ ടൈം കിട്ടുന്നത്, ഫ്ലൈറ്റ് ടൈം കിട്ടുന്നത്. അപ്പം അതിന് ഇച്ചിരി കൂടെ വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ പ്രശ്നമായിട്ട് വന്നിട്ടില്ല ഇതുവരെ. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിയുമ്പം ബാറ്ററി നമുക്ക് കയറ്റിയിടാം. പിന്നെ ഇതാണ്, ജസ്റ്റ് പ്രസ് ചെയ്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിയുമ്പം ഡ്രോൺ ഓണായി. ഇപ്പോഴും ഓണാക്കുമ്പോൾ നമ്മൾ ലീഫ് ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഓൺ ചെയ്യുമായിരിക്കും നല്ലത്. കാരണം ഈ മോട്ടറിനൊക്കെ കംപ്ലൈൻറ്റ് വരുമോ നമുക്ക് അറിയത്തില്ല. മിക്കപ്പോഴും അങ്ങനെ ചെയ്യാറ് കേട്ടോ. ഗിംബലെല്ലാം തന്നെ സ്റ്റെബിലൈസേഷൻ ചെയ്ത് വരുന്നുണ്ട് ഉണ്ടോ, എല്ലാം ഓട്ടോമാറ്റിക്കായി വരുന്നു. പിന്നെ ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. റിമോട്ടിൻ്റെ ഇത് നമുക്ക് കൺട്രോളർ നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത് കേട്ടോ. ഇവിടുന്ന് ജസ്റ്റ് ഊരിയെടുക്കാം. ജസ്റ്റ് ഇവിടെ തിരിച്ച് സെറ്റപ്പ് ചെയ്യാം. ഇത് റിമോട്ടിൻ്റെ ഓൺ ഓഫ് ബട്ടൺ. പിന്നെ ഇത് റിട്ടേൺ ടു ഹോം ബട്ടണാണ്. പിന്നെ ഇത് നമുക്ക് ഇത് നോർമൽ മോഡിലാണ് കിടക്കുന്നത്. ഇത് നമുക്ക് സിനിമാറ്റിക്കിലും സ്പോർട്സ് മോഡിലേക്ക് ആക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞ് അതിലേക്ക് ആക്കുമായിരിക്കും നല്ല കേട്ടോ. സ്പോർട്സ് മോഡിലൊക്കെ ഇട്ട് പൊക്കി കഴിഞ്ഞാൽ നല്ലൊരു ഹൈറ്റ് പൊങ്ങാനൊക്കെ സാധ്യതയുണ്ട്. ഇച്ചിരി അഗ്രസീവായിട്ട് ഇത് പൊങ്ങാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ 3 കേബിൾസ് വരുന്നുണ്ട്. ഇത് നമ്മൾ ആൻഡ്രോയിഡിലും iOS-ലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് 3 കേബിൾസ് വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഫോട്ടോയും വീഡിയോ ഒക്കെ ഒറ്റ പ്രസ്സിൽ നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ ഓപ്ഷനുണ്ട്, ആക്കാൻ പറ്റും. പിന്നെ ഇതാണ് നമ്മളെ ഗിംബൽ. ജസ്റ്റ് താഴോട്ടും മേളിലോട്ടും ഗിംബലിപ്പം ഫ്ലൈ ചെയ്ത് മേളിൽ നിൽക്കുകയാണെങ്കിൽ നേരെ മേളിലേക്കുള്ള വിഷ്വലായിരിക്കും കാണുന്നത്. ഇപ്പം നമുക്ക് താഴോട്ട് നമ്മളെ കാണണമെങ്കിൽ ജസ്റ്റ് ഇത് താത്തി കൊടുക്കാം. മേളിലോട്ടാണ് പോകണമെങ്കിൽ മേളിലേക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കൊടുക്കാം. പിന്നെ പറയാനുള്ളത്, ജസ്റ്റ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിയുമ്പം ഓണായി. ഇതാണ് കേട്ടോ, സി ടൈപ്പാണ് നമ്മുടെ ചാർജിങ് പോർട്ട് വരുന്നത്. ഓണായി വരുമ്പോഴേ നമ്മുടെ ഫോണിലത് വരും. ഇതിപ്പോൾ ലോക്കായി കിടക്കുന്നതാണ് കേട്ടോ. ഇതാണ് DJI Fly എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ആപ്പ് വരുന്നത്. അപ്പോൾ നമ്മളത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കിട്ടും. അപ്പോൾ DJI Fly ഓൺ ആക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗോ ഫ്ലൈ എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തേക്കുന്ന കാരണം ഇപ്പോൾ ഇങ്ങനെ വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ പല ഇതിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. DJI Mini 3 Pro അങ്ങനെ എല്ലാ ഫ്ലൈറ്റിൻ്റെയും ഇത് കാണിക്കുന്നുണ്ട്, ഡ്രോണിൻ്റെയും കാണിക്കുന്നുണ്ട്. നമ്മൾ ഗോ ഫ്ലൈ അടിച്ച് കഴിയുമ്പോൾ വരുന്നത് ഇതുണ്ടോ, അൺഎബിൾ ടു ടേക്ക് ഓഫ് ക്യാഷ് എന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. അത് ശരിക്കും നമ്മൾ GPS വന്നു കഴിയുമ്പം ഓട്ടോമാറ്റിക് ടേക്ക് ഓഫ് എന്നും പറഞ്ഞിട്ട് വരും. പിന്നെ ഇത് AF ഓട്ടോ ഫോക്കസ്, മാനുവൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മാനുവൽ ഫോക്കസ് ചെയ്തിടുമ്പം നമ്മൾ അറിയാവുന്നവരാണെങ്കിൽ
അത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇത് ഞാൻ ഇടുന്ന ഓട്ടോ ഫോക്കസ് ആണ്. എനിക്ക് തോന്നുന്നത് മാനുവൽ ഫോക്കസ് ഇടുമ്പോഴത്തേക്ക് ചില ടൈമിലൊക്കെ ബ്ലറായി വരാൻ അങ്ങനെ കാണുന്നുണ്ട്, ബ്ലറായി നിൽക്കുന്ന പോലെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു 3 ഡോട്ട് ബട്ടൺ ഉണ്ടല്ലോ, അതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാനൊക്കെ പറ്റും. ഇതാണോ, ഇതിപ്പോൾ നോ ലിമിറ്റ് ആയിട്ടേക്കുന്നത്. ഇത് 120 മീറ്റർ ആണ് പറയുന്നത് ശരിക്കും. ഫ്ലൈറ്റൊക്കെ താഴ്ന്നു പറക്കുന്നത് 120 ഇതിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മേലോട്ട് നമ്മൾ ഫ്ലൈ ചെയ്തെന്നാണ് പറയുന്നത്. പിന്നെയുള്ളത് റിട്ടേൺ ടു ഹോമിൻ്റെയും നമ്മൾ അതിനൊരു അതാണ് റിട്ടേൺ ഹോം ആൾട്ടിറ്റ്യൂഡ്, നമ്മൾ ഏത് ഹൈറ്റ് തിരിച്ച് വരണം എന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിൻ്റെ കൺട്രോളറിൻ്റെ അകത്ത് നമുക്ക് ഗിംബൽ മോഡ്, ഫോളോ മോഡ്, FPV മോഡ്, ഫോളോ ചെയ്ത് വരുന്ന മോഡൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ എനിക്കൊന്ന് അപ്ഡേഷൻ ചെയ്യാനുണ്ട്, അപ്ഡേഷനൊക്കെ എപ്പോഴും ചെയ്യുന്നതല്ല കേട്ടോ. ഇത് ക്യാമറയുടെ എങ്ങനത്തെ മൂവ്മെൻ്റാണ് വേണ്ടത്, പിന്നെ ഗ്രിഡായിട്ട് വേണോ, അതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യാം. ഹൈ ക്വാളിറ്റി വേണോ, പിന്നെ അതിൻ്റെ ട്രാൻസ്മിഷൻസ്, ഫ്രീക്വൻസി, ലൈവ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ്, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മുടെ ടേക്ക് ഓഫ്. ഇതിപ്പോൾ ടേക്ക് ഓഫ് ആണ് ചെയ്യാം, പക്ഷേ വേറെ ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതൊന്ന് പറത്തി വിട്ട് കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ ടു ഹോം വരാനായിട്ട് നമ്മൾ പാട് വരും. ഇപ്പം നമ്മളെ ഇത് ചെയ്തിട്ടില്ല, റിട്ടേൺ ടു ഹോമിൻ്റെ ആയി വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ടേക്ക് ഓഫ് വരുന്നത്. ടേക്ക് ഓഫ് ഞെക്കി പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഫ്ലൈ ചെയ്യും. പല രീതിയിൽ നമുക്ക് ലാൻഡ് ചെയ്യിക്കാൻ പറ്റും, ലാൻഡ് ചെയ്യിക്കാനും ഇത് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് താഴോട്ട് 2 സൈഡിലേക്ക് പ്രസ് ചെയ്ത് പിടിച്ചാലും നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിത് റിട്ടേൺ ടു ഹോം അടിച്ച് ജസ്റ്റ് ഹാൻഡിൽ നമുക്കിത് ലാൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. ലാൻഡ് ചെയ്യാനും ഫ്ലൈ ചെയ്യാനും നമുക്ക് ഹാൻഡിൽ നിന്ന് തന്നെ പറ്റും. ചില സ്ഥലത്ത് നമുക്ക് ഇപ്പോൾ വെള്ളത്തിൻ്റെ ഏരിയ ആയാലും അങ്ങനെ, അല്ലെങ്കിൽ ചെളി കിടന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഇങ്ങനെ നിലത്തുകൊണ്ട് വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഹാൻഡിൽ തന്നെ, ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയാണ് ആ സെൻസർ വരുന്നത്. അപ്പോൾ ആ സെൻസറിൻ്റെ അവിടെ നമ്മൾ കൈ വെച്ചാൽ ചിലപ്പം ഇവിടെ വന്നിട്ട് അത് എന്തെങ്കിലും ഒബ്സ്റ്റക്കിളാണെന്ന് വെച്ചിട്ട് തിരിച്ച് പറക്കാൻ അല്ലെങ്കിൽ തിരിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി ബാക്കിലായിട്ട് കൈ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നമുക്ക് പിടിക്കാം. പിടിച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മൾ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴേ ലീഫെല്ലാം സ്റ്റോപ്പ് ആയിക്കോളും. എന്നിട്ട് നമുക്ക് പ്രസ് ചെയ്ത് ജസ്റ്റ് ഇത് ഓഫാക്കാം. ഡ്രോണിൻ്റെ ഇത്ര സംഭവം പറയാനുള്ളൂ. പിന്നെ ഇതിൻ്റെ ബട്ടൺസ്, ഇത് നമ്മൾ റൈറ്റിലേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റൈറ്റിലേക്ക് ഈ ഡ്രോൺ ഇങ്ങനെ നമുക്ക് അവിടെ നിൽക്കുന്ന എവിടെയാണോ അവിടെ നിന്നിട്ട് ഇങ്ങനെ കറങ്ങി വരും കേട്ടോ. നമ്മൾ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ കറക്കണമെങ്കിൽ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് കറങ്ങി വരും. ഇത് നമ്മൾ മുകളിലേക്ക് പൊക്കാനും നമ്മൾ താത്താനും കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതുള്ളത്, ഇത് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകാനും ഇത് നമ്മൾ പുറകോട്ട് വരാനും കേട്ടോ. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വരാനായിട്ടാണ്. പിന്നെ ഇത് നമ്മൾ റൈറ്റിലേക്ക്, ഇതിപ്പോൾ ഡ്രോൺ ഇവിടെ നിൽക്കുന്നെങ്കിൽ ഇത് റൈറ്റിലേക്ക് പോകും, ഇപ്പുറത്തോട്ട് വെച്ച് കഴിയുമ്പോൾ അത് ലെഫ്റ്റിലേക്കും പോകും. അപ്പോൾ അത് പിന്നെ നമ്മൾ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സൂക്ഷിച്ച് ചെയ്യുക, അല്ലാതെ വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. പിന്നെ നമ്മൾ റിട്ടേൺ ടു ഹോം അടിക്കുമ്പോഴും എന്തെങ്കിലും ലൈൻ കമ്പിയും പിന്നെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ടു ഹോം അടിക്കുമ്പോഴത്തേക്ക് ഏകദേശം വരുന്നത് നമ്മൾ നോക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം സെൻസർ ഇനിയിപ്പം മിനി 4 പ്രോയിലൊക്കെ വരുന്നത് ഇച്ചിരി കൂടിയ സെൻസറുകളൊക്കെ വരുന്നത്. അതിൻ്റെ വരുന്നതെന്ന് വെച്ചാൽ മിനി 3 പ്രോയിലും വരുന്നുണ്ട്, അത് നമ്മൾ സ്ട്രെയിറ്റ് ആണ് വരുന്നത് അതിൻ്റെ സെൻസറുകൾ. പക്ഷേ മിനി 4 പ്രോയിൽ വരുന്നത് ജസ്റ്റ് വൈഡായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഈ സൈഡിലൊക്കെ എന്തെങ്കിലും ഒബ്സ്റ്റക്കിളൊക്കെ ഉണ്ടെങ്കിൽ മാറി ഇത് ചെയ്ത് വരികയൊക്കെ ചെയ്യും. പിന്നെ അതിൻ്റെ പുതിയ മോഡലിൽ വരുന്നത് ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സെൻസറുകൾ വരുന്നുണ്ട്. പിന്നെ താഴെയും വരുന്നുണ്ട് കേട്ടോ. ബൈക്കിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിൻ്റെ സെൻസർ ഇച്ചിരി നല്ലൊരു സെൻസറുമാണ്. പിന്നെ 48 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. ഇതിൻ്റെ എനിക്കൊന്ന് 12 ആണോ ഇങ്ങനെയാണ് വരുന്നുള്ളൂ.
ഇത് പിന്നെ 4K HDR-ലൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം. വെർട്ടിക്കൽ ഷൂട്ടുണ്ട്, ക്വിക്ക് ഷോട്ട് ഉണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ പറയാനുള്ള കാരണങ്ങൾ. പിന്നെ വെർട്ടിക്കൽ ഷോട്ടുള്ള കാരണം നമുക്ക് വെർട്ടിക്കലായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് പറ്റും കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് നമ്മൾ ഏത് ഡ്രോണാണോ അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇതുണ്ടോ, ഇത് AF ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് ഇതുള്ളത് നമുക്കിത് വെർട്ടിക്കലായിട്ട് ആക്കാനുള്ളതാണ് കേട്ടോ. ആ ഫങ്ഷൻ, ഈ ഒരു മേളത്തെ ഫങ്ഷൻ. ഇത് 1x 2x 2x വരെ വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു പുതിയ മോഡലിലൊക്കെ 3x വരെ വരുന്നുണ്ട് സൂമിങ് സിസ്റ്റം. പിന്നെ ഈ റെഡാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഉള്ളത്. പിന്നെ ഇതുണ്ടോ, ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വിക്ക് ഷോട്ടൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ വീഡിയോ ഓഫാക്കി വെച്ചിട്ട് ഈ ഒരു ഇതെടുക്കുക, ഇതിൻ്റെ അകത്ത് ക്വിക്ക് ഷോട്ട് സെലക്ട് ചെയ്യുക. ഇതിപ്പം ടേക്ക് ഓഫ് ചെയ്യാത്ത കാരണം കേട്ടോ നമുക്ക് ക്വിക്ക് ഷോട്ട് വരാത്ത. പിന്നെ ഇതിൻ്റെ അകത്ത് പനോരമ മോഡിലെടുക്കാം, സാധാ വീഡിയോ ഫോട്ടോ എടുക്കാം. ഈ ക്വിക്ക് ഷോട്ടിൽ തന്നെ 3 ഇതിൽ വരുന്നുണ്ട്. നമ്മുടെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ ജസ്റ്റ് ഹോൾഡ് ചെയ്യുക, ടേക്ക് ഓഫ് കൊടുത്താൽ ടേക്ക് ഓഫ് ആവും. ഇവിടെ തന്നെ നമ്മൾ 4K 30 എന്നുള്ളത് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് 4K 60 4K 30 വരെ വരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ വരുന്നത് 60-ൽ 4K മിനി 4 പ്രോയിൽ വരുന്നത് 4K 60 വരെ വരുന്നുണ്ട്. ഇതിനകത്ത് 4K 30 വരെ വരുന്നുള്ളൂ കേട്ടോ ഫ്രെയിം റേറ്റ്. ഇവിടെ നമുക്ക് ഇതുണ്ടോ, നോർമൽ മോഡാണ്. നോർമൽ മോഡ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, നോർമൽ മോഡ് കാണിക്കുന്നുണ്ടോ. അത് നമ്മൾ സിനിമാറ്റിക്കിലിടുമ്പോൾ സിനിമാറ്റിക് മോഡ് കാണിക്കും, സ്പോർട്സ് മോഡിലിടുമ്പോൾ സ്പോർട്സ് മോഡ് കാണിക്കും കേട്ടോ. നമ്മളെപ്പോഴും നോർമലിലിട്ട് ഫ്ലൈ ചെയ്യുക. അപ്പം ഞാൻ അതിൻ്റെ ഇത് ഫ്ലൈ ചെയ്യുന്ന എല്ലാ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നതാണ് കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ ഇത് ടേക്ക് ഓഫ് ചെയ്യാൻ പോകട്ടോ. ടേക്ക് ഓഫ് ചെയ്യുന്നതിന് നമ്മൾ ഇവിടെ പ്രസ് ചെയ്യുക, ഞെക്കി പിടിക്കുക കേട്ടോ. ഇത് നമ്മുടെ ഡ്രോൺ ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുണ്ടോ, ഇതിൽ സൈഡിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. ഇതിൽ ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ആകും കേട്ടോ. നമ്മളിനി സ്ട്രെയിറ്റ് മുകളിലേക്ക് പൊക്കാനായിട്ട് ഇവിടുന്ന് നേരെ മുകളിലേക്ക് ഇങ്ങനെ പൊക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഫ്രണ്ടിലേക്ക് വിടാനായിട്ട് ഇങ്ങനെ നമുക്ക് ഫ്രണ്ടിലേക്ക് വിടാവേ. ഇതുണ്ടോ, ഫ്രണ്ടിലേക്ക് വെക്കാനിരിക്കുകയാണേ. അപ്പോൾ നമ്മൾ ഇതുവരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ തിരിച്ചിങ്ങോട്ട് വരാനായിട്ട് ഇതുണ്ടോ, ഇതേ പിടിച്ചിങ്ങനെ കറക്കി കഴിയുമ്പോഴത്തേക്ക് ഡ്രോൺ അവിടെ നിന്ന് തന്നെ കറങ്ങി നമ്മുടെ നേരെയാവും. അപ്പോൾ നമുക്ക് ബൈക്കിലേക്ക് വരുത്താനാണെങ്കിൽ ഇതുണ്ടോ അങ്ങോട്ട് പോകുന്നത്. ഇതുണ്ടോ, ഇപ്പോൾ ഫ്രണ്ടിലേക്ക് നമ്മുടെ അടുത്തോട്ട് വരിക. ബൈക്കിലേക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ബൈക്കിലേക്ക് വിടാം. ഇതിപ്പോൾ റൈറ്റിലോട്ടാണെങ്കിൽ നേരെ ഇങ്ങനെ ഇതുണ്ടോ റൈറ്റിലേക്ക് പോവാം. ലെഫ്റ്റിലേക്കാണെങ്കിൽ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ഇടാം. ഇതുണ്ടോ, അപ്പോൾ ആ രീതി നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ റൈറ്റ് ലെഫ്റ്റൊക്കെ വിടുമ്പം അവിടെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കിയേക്കണം, അതൊക്കെ നോക്കി സെറ്റപ്പ് ചെയ്തേക്കണം. പിന്നെ നമ്മൾ റിട്ടേൺ ടു ഹോം അടിച്ചു കഴിഞ്ഞാൽ വേറെ ഒബ്സ്ട്രക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ വന്ന് നിൽക്കും. പിന്നെ ഇത് AF, അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, മാനുവൽ ഫോക്കസ്, ഓട്ടോ ഫോക്കസ്. ഇപ്പം നമ്മൾ ഓട്ടോ ഫോക്കസ് ഇട്ടേക്കണം. അന്ന് നമ്മൾ മാനുവൽ ഫോക്കസ് ഇട്ടപ്പോഴല്ലേ പണി കിട്ടിയത്. മാനുവൽ ഫോക്കസ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ബ്ലറായി പോകുന്നുണ്ട്. നമ്മൾ റിട്ടേൺ ടു ഹോം അടിക്കുകയാണ്. ഇവിടെ വരുന്നത് എങ്ങനെ നോക്കാം. വരുന്നതും കാണിച്ചോ. ഹൈറ്റിലേക്ക് പൊങ്ങിയിട്ട് നമ്മൾ നേരെ വരുവേ. നമുക്കങ്ങനെ താത്തി കൊടുക്കാം.
ലാൻഡ്സ്കേപ്പ് വീഡിയോ എടുക്കുക. അപ്പോൾ നമ്മളിനി ഇത് ആദ്യം തന്നെ സിനിമാറ്റിക് മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഏകദേശം സ്ലോ മോഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും വീഡിയോ. അല്ലെങ്കിൽ നമ്മളിത് നോർമൽ സ്പോർട്സ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിലായിരിക്കും പോകുന്നത് കേട്ടോ. സിനിമാറ്റിക് വീഡിയോ എടുക്കണമെങ്കിൽ സിനിമയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നൈസായിട്ട് ഇത് മേളിലേക്ക് പൊക്കി കൊടുക്കുക. കേരളയിൽ നമ്മൾ ഇത് നക്ഷത്രം കേട്ടിട്ടുണ്ട് ക്രിസ്മസിനോടനുബന്ധിച്ച് കേട്ടോ. മാക്സിമം ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുണ്ട്. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. ഇനി ഇവിടെ നമ്മൾ നേരെ ബാക്കിലേക്ക് ആക്കുന്ന ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബൈക്കിലേക്കാണ് ഇത് ഇതാണ്. ഇതിൽ നേരെ താഴോട്ട് നേരെ ഇതുണ്ടോ ബൈക്കിലേക്ക് പോവാണ്. ഇങ്ങനെയൊക്കെ മേളിലേക്ക് ചെപ്പൊക്കെ കൊടുക്കാം. അത് നമ്മളെ കാണാം. ആ ഒരു സൺസെറ്റ് വന്നേക്കുന്നതാണ്. നല്ലൊരു വൈബിലാണ് വരുന്നത്. അപ്പോൾ അപ്പുറത്തെ പള്ളിയുടെ മണ്ട വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെറിയ പള്ളിയുടെ മേളിൽ വരെ എത്തിയിട്ടുണ്ട് ഡ്രോണെ. തിരിച്ചിങ്ങ് കൊണ്ടുവരിക. അയ്യോ അതിൻ്റെ വീഡിയോ എടുത്തില്ല. നമ്മൾ തിരിച്ചിങ്ങ് കൊണ്ടുവരുവാണേ. പ്ലേ ആക്കാൻ മറന്നു പോയായിരുന്നു. നമ്മൾ അടുത്ത വീഡിയോ എടുക്കുന്നത് ചെറിയ പള്ളിയുടെയാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ ആകാശത്തിലേക്ക് നമ്മളിങ്ങനെ ഇതുണ്ടോ ഇതിൽ നമ്മൾ താത്തി കൊടുക്കാം. നമ്മളിനി ചെറിയ പള്ളിയുടെ ആ ഒരു മേളിലേക്ക് പോകുന്നത്. സ്ട്രെയിറ്റ് നമ്മൾ പോവുക. ഇടയ്ക്ക് കാക്കയൊക്കെ വരുന്നുണ്ട്. നമ്മളിനി റിട്ടേൺ ടു ഹോം അടിക്കുകയാണ്. ഒരിക്കലും അവിടെ ലാൻഡ് ചെയ്തേക്കില്ല. ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവിടെ ലാൻഡ് ചെയ്യും കേട്ടോ. കണ്ടോ ഡ്രോൺ നമ്മളെ നേരെ തിരിഞ്ഞേക്കുവാണ്. നമ്മളെ നേരെ വരും. പിന്നെ ഇടയ്ക്ക് കൂടെ കാക്കയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഗൈസ്, അപ്പം നമ്മളിത് ഹാൻഡ് ലാൻഡ് ചെയ്യാൻ പോണേ. അപ്പോൾ നോക്കിയാണ് അതെങ്ങനെ ചെയ്യുന്നത്. ലാൻഡ് കൊടുത്ത് അവർ കൈ നേരെ ബാക്കിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ആ കൈ കിട്ടിയ പാടെ തിരിച്ച് റൊട്ടേഷൻ ചെയ്ത് അന്നേരം തന്നെ ഇത് മൊത്തം ഫുൾ ഓഫ് ആയിക്കോളും കേട്ടോ.